കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 2024 നമ്മളെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ സ്പർശനം ഒരിക്കൽ കൂടി അനുഭവിക്കുവാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ദൈവം നമുക്ക് അവസരമൊരുക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, ഈ ദിവസങ്ങളിൽ ബി സെൻസിറ്റീവ് ടു വാട്ട് ദ ലോർഡ് ഈസ് ടോക്കിംഗ് ടു യു. ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? 24 കടന്നു പോകുന്നതിന് മുമ്പ്, when we think about 2024, we can think of all the things that have made a mark on our lives. നമ്മുടെ ജീവിതത്തിലെ അനേക മാർക്കുകൾ, അനേക മുറിവുകൾ, ഒരുപക്ഷെ അനേക മാർക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വീണിരിക്കുന്നൊരു വർഷമാണ്. എന്നാൽ 24 ദൈവശബ്ദം കേൾക്കാതെ നമ്മൾ വിട്ടുപോകരുത്. Before the year ends, listen to the word of God. Listen to what God has to tell you. അതുകൊണ്ട് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് തൊട്ട് അങ്ങോട്ട് ഇയർ എൻഡ് പ്രാർത്ഥനയുടെ സമയങ്ങളിലുമെല്ലാം വളരെ സെൻസിറ്റീവായിട്ട് ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളായി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുഖവരിയൊന്നും അധികമായിട്ട് കൂടാതെ ഞാൻ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. Genesis chapter 12 verses 1 to 9. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രഭുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്റെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെ എത്തി. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മേരെ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യൻ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ വിളിയെയും കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പണ്ടുകാലത്തെങ്ങാണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചിന്തിച്ച് അതിനെ തള്ളിക്കളയരുത്. നമ്മൾ സംസാരിക്കുന്നത് അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ചാണ്. The God of Abraham, who is the same yesterday, today and forever. So I want to remind you this morning, അബ്രഹാമിനെ വിളിച്ചതുപോലെ ഒരു വിളി നിന്റെ മേൽ കിടക്കുന്നുണ്ട്. There is a call on each one of you like God called Abraham out. Do you realize that? There is a call on your life. നമ്മൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എത്ര ചെറുതോ വലുതോ ആവട്ടെ, however small or big we are in the eyes of others, there is a call on you from God. ദൈവത്തിൻ്റെ ഒരു വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. Close your eyes for a minute and tell yourself, there is a call on your life. Realize what that call is. ആ വിളി എന്താണ്? എന്തിനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? Okay, we will read a few other portions of scripture. Isaiah chapter 51 verse 2. യെശയ്യാവ് 51:2. Yes. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. ആമേൻ. അവസാനിപ്പിക്കാം. ഞാൻ അവനെ ഏകനായി വിളിച്ചു. നമ്മളൊരു കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ
ഒരു വീട്ടുകാരുടെ കൂട്ടത്തിൽ, ഒരു നാട്ടുകാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ഒരു 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 കൂട്ടത്തിപ്പാട്ട് അതല്ല. There is a individual call. ഏകനായിട്ട് വിളിക്കുന്ന ഒരു വിളി നിനക്കുണ്ട്. Do you realize that? Do you realize that? Some people don't realize till the very last moment of their life the calling on their life. അവരുടെ വിളി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എൻ്റെ വിളി എന്താണ്? Let's turn to Ephesians chapter 1 verse എഫീസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. അവിടെ നിർത്താം. ഇപ്പോൾ പൗലൂസിൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയെ നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ പോകുന്നത് ചുരുങ്ങിയ നിമിഷം കൊണ്ട്. മൂന്ന് കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുള്ളൂ. ഒന്ന്, ദ പേർപ്പസ് ഓഫ് ദ കോൾ, വിളിയുടെ ലക്ഷ്യം. രണ്ട്, ദ റിച്ചസ് ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്, അവൻ്റെ അവകാശത്തിൻ്റെ മഹത്വം. മൂന്ന്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ, അവൻ്റെ ശക്തിയുടെ വലിപ്പം. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ വിളിയോടുള്ള ബന്ധത്തിൽ, അബ്രഹാമിൻ്റെ വിളിയോടുള്ള ബന്ധത്തിൽ. 3 കാര്യങ്ങൾ. ഒന്ന്, ദ പേർപ്പസ് ഓഫ് ഹിസ് കോൾ. രണ്ട്, ദ റിച്ചസ് ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. മൂന്ന്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ഫിന്നി ജയിക്കോ അല്ല സംസാരിക്കണ്ടേ. യു ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു എ മാൻ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യു. പൊട്ട മനുഷ്യൻ എന്തോ സംസാരിക്കാനാണ്, എൻ്റെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തരാനാണ്? എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി അനുഭവിക്കുവാൻ ഇന്ന് പകൽക്കാലം കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ 3 കാര്യങ്ങൾ പൗലോസ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിളിയാലുള്ള ആശയം, ദ പേർപ്പസ് ഓഫ് യുവർ കോൾ. How many years have you spent in this world? Have you realized the purpose of your call? അബ്രഹാമിനെ ദൈവം വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും. ഹാരാനിലും മെസപ്പത്തോമിയിലെ ഊരിലുമൊക്കെ അന്യ ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് ഇൻസിഗ്നിഫിക്കൻ്റായിട്ട്, അനോണിമസായിട്ട് മറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാകാനായിട്ടല്ല നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നേ. ദൈവത്തിൻ്റെ അവകാശത്തെ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ പ്രാപിച്ച് ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ പങ്കാളിയായി തീരുവാനാണ് ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോട്ട് ടു ലിവ് എ യൂസ്ലെസ് ലൈഫ്, നോട്ട് ടു ലിവ് എ പോയിന്റ്ലെസ് ലൈഫ്, നോട്ട് ടു ലിവ് എ പേർപ്പസ്ലെസ് ലൈഫ്, ബട്ട് ടു ലിവ് എ ലൈഫ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം. ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ അവിടെ നിൽക്കണം. അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ ഞങ്ങളോട് അറിയിച്ചെന്ന് പൗലൂസ് പറയുന്നത്. അവൻ്റെ ഹിതത്തിൻ്റെ മർമ്മം, ദൈവഹിതത്തിൻ്റെ മർമ്മം എന്താണ്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിൻ്റെ മർമ്മം എന്താണ്, മറഞ്ഞിരിക്കുന്ന ദൈവ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയാതെ ഒരടി പോലും മുന്നോട്ട് പോകരുത്. അവിടെ നിൽക്കണം. ഹല്ലേലൂയ, കർത്താവേ നീ എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അബ്രഹാമിനെ വിളിക്കുമ്പോൾ 7 അനുഗ്രഹങ്ങൾ അബ്രഹാമിന് മുമ്പ്, 7 അനുഗ്രഹങ്ങൾ നോക്കണം. ഈ ദൈവത്തിൻ്റെ അബ്രഹാമിനോടുള്ള വിളി നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തോളം ഉന്നതമായൊരു വിളിയാണ്. ഇറ്റ്സ് ആസ് ഹൈ ആൻഡ് ആസ് എലിവേറ്റഡ് ആസ് ഗോഡ്. അതിലോട്ട് വരാം. പക്ഷെ പറയുന്നത് എന്താ? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും. However small you are, എത്ര ചെറിയവനായിരുന്നാലും, എത്ര നിസ്സാരനായിരുന്നാലും, ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്.
തിരിഞ്ഞു നോക്കിക്കോ. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത്, മലാഖിയൊക്കെ ചാലഞ്ച് ചെയ്യുന്ന പോലെ ചാലഞ്ച് ചെയ്ത് ചോദിക്കുകയാണ്. നിന്റെ ദൈവം നിന്നെ വിളിച്ചിട്ട് നിന്നെ വിളിച്ചെടുത്ത് തന്നെ നിർത്തുന്നവനല്ല, നിന്നെ കൈപിടിച്ചുയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവസന്നിധിയിലുള്ള ഉയർച്ച. ഞാൻ നിന്റെ പേര് വലുതാക്കും. നിന്റെ മണ്ഡലത്തെ ഞാൻ വ്യത്യസ്തമാക്കും. നിന്റെ ചിന്താമണ്ഡലത്തെ ഞാൻ വ്യത്യസ്തമാക്കും. നിന്റെ ചിന്താ രീതിയെ ഞാൻ വ്യത്യസ്തമാക്കും. നിന്റെ ഭാവനയെ ഞാൻ വ്യത്യസ്തമാക്കും. നിന്റെ മനോവ്യാപാരത്തെ ഞാൻ വ്യത്യസ്തമാക്കും. നിന്റെ ലോകത്തെ ഞാൻ വ്യത്യസ്തമാക്കും. നിന്റെ പേര് ഞാൻ വലുതാക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എത്ര അഗണ്യമായി, എത്ര ലളിതമായ, എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും ദൈവത്തിൻ്റെ വിളി നിന്റെ മേൽ വരുമ്പോൾ നീ ഒരു വ്യത്യസ്ത വ്യക്തിയായിത്തീരും. ബെന്യാമീൻ ഗോത്രത്തിൽ കീശിൻ്റെ മകൻ ശൗൽ എന്നൊരുത്തരുണ്ടായിരുന്നു. അവൻ കഴുതയെ തപ്പിപ്പോയവനാണ്. അവനോട് ദൈവത്തിനെ പറയാനുണ്ട്, നിന്റെ ദൃഷ്ടിയിൽ നീ ചെറിയവനായിരുന്നാലും ഹല്ലേലൂയ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്ത് ചെയ്തു? അവൻ പ്രവാചക ഗണത്തെ കണ്ടപ്പോൾ അവൻ ആളുമാറിയവനെ പോലെ അവൻ പ്രവചിക്കുവാൻ ആരംഭിച്ചു. ദൈവത്തിൻ്റെ അഭിഷേക തൈലം തലയിൽ വീണാൽ, ദൈവത്തിൻ്റെ വിളി നിൻ്റെ മേൽ വന്നാൽ, യു വിൽ നോട്ട് ബി ദ സെയിം പേഴ്സൺ. നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഓ എൻ്റെ കർത്താവേ, എന്തൊരു പ്രൊഫ്യൂസ് ബ്ലെസ്സിങ്സ് ദൈവം തരുന്നത്. എന്നിട്ട് പറയാ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സങ്കല്പിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് ദൈവം ഒരു മനുഷ്യനെ വിളിച്ചിട്ട് വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടുന്നത് നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനും വേണ്ടി മാത്രമല്ല, നീ ലോകത്തിനൊരനുഗ്രഹമാക്കി ഞാൻ നിന്നെ നിർത്തും. Some of you listening to me, take the word of God. നിന്നെ ലോകത്തിനൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആബ്രഹാമിനോട് ദൈവം എന്ത് ചെയ്തു നോക്കിയേ? അവനെ ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റിയോ? അവനെ അനുഗ്രഹിക്കാൻ ദൈവം തുടങ്ങിയിട്ട് അവൻ്റെ തലമുറയിൽ ദൈവം ജഡാവതാരം ചെയ്ത് ലോകത്തിന് അനുഗ്രഹമായി മാറിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നത്തിങ് ക്യാൻ ലിമിറ്റ് ഗോഡ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നിന്റെ തലമുറയിൽ ദൈവം വ്യാപരിച്ച് ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളുടെ ആത്മാവിനോട് പ്രബോധിപ്പിക്കുകയാണ്. നിനക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഹാരാനിലും മെസൊപ്പൊത്താമിയയിലെ ഊരിലും ആരുമറിയാത്തവനായി കഴിയുന്ന നിന്നെ പിടിച്ചുയർത്തി നിന്റെ തലമുറയിൽ മശിഹയെ കൊടുക്കുവാൻ, ലോകത്തിന് കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് പൽക്കാലം ദൈവമക്കളെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, സങ്കല്പിക്കുവാൻ കഴിയാത്ത അനുഗ്രഹത്തിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Praise the Lord. Hallelujah. The purpose of the call is to bless the nations. ഞാനൊരു കാര്യം പറയാം. 1 പത്രോസ് 3:8 എടുത്ത് വായിക്കണ്ട. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ബ്ലസ്, ഡോണ്ട് കേഴ്സ്, ബ്ലസ്. 109 സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീട്ടിൽ ചെന്ന് എടുത്ത് വായിച്ചാൽ, ശാപം അവന് പ്രിയമായിരുന്നു, അത് തന്നെ അവന് വന്ന് ഭവിച്ചു, അത് അവൻ്റെ ഉള്ളിലോട്ട് എണ്ണ പോലെ കടന്നു. അതാ നമുക്ക് പ്രിയമായിരിക്കുന്നത്, അത് നമ്മുടെ ഉള്ളിലോട്ട് വരും. പക്ഷെ നമ്മൾ ആ കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലോകത്തെ ബ്ലെസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട്, ആ സ്പിരിറ്റ് അങ്ങോട്ട് എടുക്കണം. ടേക്ക് ദ ജനറസ് സ്പിരിറ്റ് ഓഫ് ബ്ലെസ്സിങ്. Bless, be a blessing to others.
Be a blessing to the company you're working in. Be a blessing to the friendship. Be a blessing to your friends. Be a blessing to your parents. Be a blessing to your grandparents. Be a blessing to your church. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ചാനലായിരിക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ബ്ലെസ് ചെയ്യുവാനായിട്ടും ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ചാനലായിട്ടും വിളിച്ചിരിക്കുന്നു. The purpose of the call is to bless the nations. ഹല്ലേലൂയ. രാഷ്ട്രങ്ങളെ, സമൂഹങ്ങളെ, ദൈവസഭയെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹത്തിൻ്റെ ചാനലായിട്ട് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ടെൽ യുവർസെൽഫ്, സ്വർഗീയമായ വിളി, ഉന്നതമായ വിളി എൻ്റെ മേൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ടെൽ യുവർസെൽഫ്. അതിനെതിരായിട്ട് ഇതൊക്കെ ദിസ് ഇസ് നോട്ട് അബൌട്ട് യു, ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു എന്നൊക്കെ പറഞ്ഞ് വിസ്പർ ചെയ്യുന്ന സാത്താനോട് പറയണം, യു ആർ എ ലയർ, യു ആർ എ ലയർ. മൈ ഗോഡ് ഈസ് ടെല്ലിങ് മി ദ ട്രൂത്ത്. ഹല്ലേലൂയ. എന്നെ ദൈവം ഒരു ബ്ലെസ്സിങ് ആയിട്ട് വെച്ചിരിക്കുന്നു. And I will be a blessing. Hallelujah. Start practicing blessing others. പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കേ. ബ്ലെസ് അതേഴ്സ്. പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിക്കേ. നമ്മൾ കുറ്റം പറയുന്നത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിക്കേ. നമുക്ക് പ്രിയപ്പെട്ടവർ, നമുക്ക് ഇഷ്ടമില്ലാത്തവരോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിക്കേ. നമുക്ക് ഇഷ്ടമില്ലാത്ത സമൂഹത്തിൽ നമ്മൾ കേഴ്സ് ചെയ്യുന്ന, നമ്മൾ മർമർ ചെയ്യുന്നതിന് പകരം ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിക്കേ. ബിക്കോസ് യു ആർ കോൾഡ് ടു ബ്ലെസ്. ദൈവം അനുഗ്രഹം അനുഭവിക്കുവാനും അനുഗ്രഹിക്കുവാനും ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. അത്ഭുതകരമായ വിധത്തിൽ ദൈവം നിൻ്റെ കഴിവിനെ വർദ്ധിപ്പിക്കുകയും ദൈവം നിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ മേഖലയെ വർദ്ധിപ്പിക്കുകയും നിന്നെ ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. ടേക്ക് ദിസ് പ്രോമിസ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. രണ്ടാമത്തേത്, റിച്ചസ് ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. അവൻ്റെ അവകാശത്തിൻ്റെ മഹിമ. ഇതൊക്കെ മലയാളത്തിൽ വായിക്കാൻ വലിയ പാടാണ്. അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്ന് പറഞ്ഞാൽ ദ റിച്ചസ് ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. കർത്താവിൻ്റെ അവകാശം. ലിസൺ ടു മീ ചിൽഡ്രൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് that because you are the children of God, you are the inheritors of God. ദൈവത്തിൻ്റെ ഇൻഹെറിറ്റേഴ്സ് ആയിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ അവകാശികളായി മാറുകയാണ്. അങ്ങനെ അവകാശികളായി മാറുന്ന ആളുകൾ ചിലപ്പം ദൈവത്തോട്, എനിക്കെന്നെ കിട്ടും, എനിക്കെന്തോ ആയിത്തീരാൻ പറ്റും, എനിക്കെന്തോ കിട്ടും. ദൈവം അബ്രഹാമിനോട് പറയുന്നത് എന്താണെന്ന് നോക്കൂ. 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചേ. അതിന് ശേഷം അബ്രഹാമിൻ്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. I am your exceedingly great reward. നമ്മൾ വിചാരിക്കും ടെറിറ്ററിയാണ് കൊടുത്തത് അബ്രഹാമിൻ്റെ അനുഗ്രഹമായിട്ട്, ദേശമാണ് കൊടുത്തത്, അതിർത്തിയാണ് കൊടുത്തത്, ഇസ്രായേൽ ദേശം, ഇസ്രായേലിൻ്റെ ടെറിറ്ററിയാണ് കൊടുത്തത്. അല്ല, അവന് കൊടുത്ത അനുഗ്രഹം എന്താണ്? ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാനാണ് നിൻ്റെ പ്രതിഫലം. Hallelujah. Hallelujah. Be not satisfied with any earthly blessings. ഭൂമിയിലുള്ള ഒരനുഗ്രഹം കൊണ്ടും തൃപ്തരാകരുത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ, ദൈവം പറഞ്ഞ പാഠം ഉൾക്കൊണ്ട് അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ, അവൻ തൻ്റെ മക്കളും കൊച്ചുമക്കളോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. അവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. I am your reward. Be not satisfied with anything other than the riches of the glory that is stored in heaven for you. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയിക്കാത്തതും കറപുരളാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു.
അതിലൊന്നുകൊണ്ടും അതിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടരുത്. ദാറ്റ് ഈസ് ദ റിച്ചസ് ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ്. പൗലോസ് പറയുകയാണ്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയമുള്ളവർ, നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എന്തോ നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ ആശ്വസിപ്പിക്കണ്ടേ? പൗലോസ് പറയുന്നത്, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. ഒരാവശ്യമില്ലാഞ്ഞിട്ടും പൗലോസ് കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, സകല ഞെരുക്കങ്ങളെയും എല്ലാം വില്ലിങ് ആയിട്ട് ഏറ്റെടുക്കുമ്പോൾ പൗലോസിന് പറയാനുള്ളത് സാരമില്ല. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നു. അതുകൊണ്ട് പൗലോസ് എബ്രായലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പ്രത്യാശയുടെ ഈ സ്വീകാരം. ഇതൊക്കെ മലയാളത്തിൽ ഭയങ്കര പ്രയാസമാണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മലയാളം വേർഡ്സ്. വാട്ട് ഡസ് മീൻ? ഇറ്റ് മീൻസ് ദ കൺഫെഷൻ ഓഫ് അവർ ഹോപ്പ്, ദ കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുവൻ ഈ കാണുന്നതിനായി പ്രത്യാശിക്കുന്നത് എന്തിന്? അവൻ കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ അവൻ കാത്തിരിക്കുന്നു. ഐ ആം യുവർ ഇൻഹെറിറ്റൻസ്. ഞാനാണ് നിൻ്റെ അവകാശം. ഐ ആം യുവർ റിവാർഡ്. ഞാനാണ് നിൻ്റെ റിവാർഡ്. മൂന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. പ്രിയമുള്ളവരെ, ഇത് വെറും വാക്കുകളല്ല. പൗലോസ് പറയുമ്പോൾ ദൈവരാജ്യം വചനത്തിലല്ല, വാക്കുകളിലല്ല, ശക്തിയിലാണ്. തിരിച്ചറിയണം. നിങ്ങളോട് ഈ വാഗ്ദത്തം പറഞ്ഞിട്ട് ദൈവം നിങ്ങളെ വെറുതെ വിട്ടുകളയുന്നവനല്ല. ദൈവത്തിൻ്റെ സർവ്വശക്തിയും ആ വാഗ്ദത്തങ്ങളിൽ മേൽ പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? റോമാലേഖന 5-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും എബ്രായ ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? പെട്ടെന്ന് പറഞ്ഞു പോവാം, പെട്ടെന്ന്, സമയം ഒട്ടും എടുക്കത്തില്ല. റോമാലേഖനം 4-ാം അധ്യായത്തെ പറയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിൻ്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായതും, ശ്രദ്ധിക്കണം, തൻ്റെ ശരീരം നിർജീവമായതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാം ചെയ്തത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ഈ വാഗ്ദത്തം വരുമ്പോൾ എന്താ ഉള്ളത്? നിർജീവത്വമാണുള്ളത്, ജീവനില്ലാത്ത അവസ്ഥയാണുള്ളത് വാഗ്ദത്തം വരുമ്പം. പക്ഷെ വിശ്വാസം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിശ്വാസത്തിൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ നിർജീവത്വത്തിൻ്റെ നടുവിൽ ജീവനെ കണ്ടെത്തി. 2 എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ അനുഭവം പൗലോസ് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, അവൻ എന്തു ചെയ്തു? വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിൽ ജനിക്കുന്നതിൻ്റെ സന്തതിയിൽ നിന്ന് വിളിക്കപ്പെടുന്ന അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. 2 അനുഭവങ്ങളിൽ മരിച്ച അവസ്ഥയുടെ നടുവിൽ നിന്ന് ജീവനോടെ തിരികെ പ്രാപിച്ച വിശ്വാസത്തിൻ്റെ ഉടമയായി അബ്രഹാം മാറിയെങ്കിൽ
പൗലോസിന് നമ്മളോട് പറയാനുള്ളത്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. ആ അളവറ്റ വലിപ്പം എന്താണ്? ഇല്ലാത്തതിനെ പോലെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കർത്താവേ, എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ അവന് കഴിയുന്നില്ല, അവൾക്ക് കഴിയുന്നില്ല, അവൾക്ക് ബുദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ നിസ്സാരമായെന്ന് വിചാരിക്കുന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് വന്നിട്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന നിർജീവത്വത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഊഷരതകളിൽ, നമ്മുടെ ശൂന്യതകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. ദൈവശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കും എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവശക്തിയുടെ വ്യാപാരം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതെവിടെ അനുഭവിക്കും? നിർജീവമായതും ശൂന്യമായതും ഒന്നുമില്ലാത്തതും നിസ്സാരമായതുമായതിൻ്റെ മധ്യത്തിൽ ദൈവശക്തി അനുഭവിക്കുകയും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യും. അബ്രഹാമിനെ വിളിച്ച ദൈവം നമ്മുടെയും ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാനായ ദൈവമാണ്. നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയും, അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്, എന്നെ വിളിച്ച ദൈവമാണ്, എന്നെ ലജ്ജിപ്പിക്കാത്ത ദൈവമാണ്, എന്നെ നടത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവശബ്ദത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. 1, നമ്മുടെ വിളിയുടെ ഉദ്ദേശം ടു ബ്ലെസ് ദ നേഷൻസ്. ഇപ്പോഴുള്ളവരെ, പ്രേ ഫോർ യുവർ സെൽഫ്. യാക്കോബ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ? യാക്കോബ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നെ നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കും, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. യാക്കോബ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. യാക്കോബ് യബ്ബോക്ക് കടവ് വെച്ച് പ്രാർത്ഥിച്ചു. മാത്രമല്ല ബത്തേലിൽ വെച്ച് പ്രാർത്ഥിച്ചു, നീ എന്നെ മടക്കിക്കൊണ്ട് വന്നാൽ ഞാൻ ചെയ്തോളാം. യാക്കോബ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. യബ്ബേസ് യാക്കോബിൻ്റെ ദൈവത്തോട്, നീ എൻ്റെ അതിരുകളെ വിസ്താരമാക്കിയാൽ, ഹല്ലേലൂയ, യാക്കോബിൻ്റെ ദൈവത്തോട്, വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. നീ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരണം. എൻ്റെ ജീവിതം ഇന്ന് വരെ പോകുന്ന ആ ഒഴുക്കിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റിവിടണം. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ എൻ്റെ ചിന്താഗതിക്കൊരു മാറ്റം വരുത്തണം. എൻ്റെ ചിന്താഗതിയെ നീ നിൻ്റേതുപോലെ ആക്കി തീർക്കണം. എൻ്റെ ചിന്താഗതിയെ നീ വിശ്വാസത്താലൊന്ന് പിടിച്ചുയർത്തണം. ദൈവമേ, എന്നെ നീ കർത്താവേ, നിന്നെ പോലെ ചിന്തിക്കുന്നവരും നിന്നെ പോലെ നിൻ്റെ ഉദാത്തമായ ചിന്ത ഉൾക്കൊള്ളുന്നവനായി എന്നെ നീ തീർക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? 1, the purpose of God is to bless. Be a blessing in your family. Be a blessing in the church. Pray blessing others. And you will see God's blessing in your life. 2, അവൻ്റെ ശക്തി, അവൻ്റെ inherited the riches of his inheritance. അവകാശത്തിൻ്റെ മഹിമാധനം. ദൈവം നിന്നെ എത്ര വലിയ അനുഗ്രഹത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചപ്പം നിങ്ങൾക്കറിയാം, ഇതൊരു അടിമ ജാതിയായിട്ട് ഫറവോൻ്റെ കീഴിൽ കിടന്ന് ഇസ്രായേൽ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാത്ത ഒരു ജാതിയായിരുന്നു. തൊട്ടുകൂടാത്ത തീണ്ടൽ ജാതിയായിട്ട് കിടന്ന, അവരുടെ കൂടെ കഴിക്കത്തില്ല. ആട്ടിടയന്മാർ അവരുടെ കൂടെ കഴിക്കത്തില്ലെന്നാണ് മിസ്രൈമ്യർ ഹൈ കൾച്ചറായിരുന്നു. അവർ കഴിക്കത്തില്ലെന്ന് അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ലോകത്തിൻ്റെ മുമ്പിൽ അവരെ മാന്യപാത്രമാക്കി മാറ്റിയത് ചരിത്രം കണ്ടെങ്കിൽ നിൻ്റെ തലമുറയിൽ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനായ ദൈവം. 2, the riches of his inheritance. 3, the power of his glory. അവൻ്റെ മഹത്വത്തിൻ്റെ ശക്തി ജീവിതത്തിൽ തിരിച്ചറിയുവാൻ അബ്രഹാമിനെ പോലെ നമുക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് എനിക്ക് സമയം തന്ന് കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നേരുന്നു.